ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് താഴ്സിയത്തിൻ്റെ വിധി എന്താണ് എന്നുള്ളതാണ്. താഴ്സിയത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി താഴ്സിയത്തിൻ്റെ വിധി എന്താണ് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യുന്തബു താഴ്സിയത്തു അഖാരിബിൽ മയ്യത്തി, മയ്യത്തിൻ്റെ കുടുംബക്കാരെ ആശ്വസിപ്പിക്കുക എന്നത് സുന്നത്താണ്. അപ്പോൾ താഴ്സിയത്ത് ചെയ്യൽ സുന്നത്താണ്. 2 സമയങ്ങളിലായിട്ടാണ് താഴ്സിയത്ത് ചെയ്യേണ്ടത്. ഒന്നെങ്കിൽ മയ്യത്തിനെ മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് താഴ്സിയത്ത് ചെയ്യാം. അപ്പോൾ ഒരു വ്യക്തി മരിച്ചു, അദ്ദേഹത്തെ മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ പോയി ആശ്വസിപ്പിക്കാം. അങ്ങനെ ചെയ്യേണ്ടത് ഇൻ റഅ മിൻഹും ഷിദ്ദത്ത ജസഇൻ, ആ കുടുംബക്കാർ അങ്ങേയറ്റം വിഷമിച്ചിരിക്കുകയാണെങ്കിലാണ് അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. പതിവിൽ കവിഞ്ഞ തരത്തിലുള്ള ഒരു വിഷമം അവരനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവരൊരു പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു വ്യക്തി മരിച്ചാൽ അവരെ അത്രമാത്രം അത് ബാധിച്ചിട്ടുണ്ട് എന്ന് കണ്ടാൽ അവരെ പോയി ആശ്വസിപ്പിക്കുക എന്നത് സുന്നത്താണ്. അത് അവർക്ക് ക്ഷമ കിട്ടാൻ വേണ്ടിയാണ്. ലിയൂസ് വിറഹും, അവരെ ക്ഷമിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ താഴ്സിയത്ത് ചെയ്യുന്നത്. അത് ക്ഷമ കൊണ്ട് കൽപ്പിക്കാൻ വേണ്ടിയാണ്. ഓക്കെ. ഇനി അങ്ങനെ വലിയ തരത്തിലുള്ള ഒരു സങ്കടമൊന്നുമില്ലെങ്കിൽ ഇല്ല ഫബഅദഹു, അപ്പോൾ മറവ് ചെയ്തതിന് ശേഷം താഴ്സിയത്ത് ചെയ്യലാണ് സുന്നത്ത്. കാരണം ലിസ്തിഗാലിഹിം ബിതജ്ഹീസിഹി, കാരണം മറവ് ചെയ്യുന്നതിൻ്റെ മുമ്പ് പോയി അവരെ താഴ്സിയത്ത് ചെയ്ത് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം അവർ മയ്യത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, അതുപോലെ തന്നെ മറവ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടി അവർ വ്യാപൃതരായിരിക്കും, അവർ ബിസി ആയിരിക്കും. അപ്പോൾ അവരെ പോയി ആ സമയത്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ 2 രീതിയാണ് ഇവിടെ പറയുന്നത്. നല്ല വിഷമം അനുഭവിക്കുന്നവരാണെങ്കിൽ അവരെ മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ പോയി താഴ്സിയത്ത് ചെയ്യാം. അങ്ങനെ വലിയ വിഷമമൊന്നും അനുഭവിക്കുന്നില്ല എങ്കിൽ അവരെ മറവ് ചെയ്തതിന് ശേഷം താഴ്സിയത്ത് ചെയ്യലാണ് സുന്നത്ത്. ഇനി എത്ര ദിവസം വരെ ഒരാൾക്ക് താഴ്സിയത്ത് ചെയ്യാമെന്നുള്ളതാണ്. മരിച്ചതിൻ്റെ ശേഷം 3 ദിവസം വരെ ആ വീട്ടുകാരെ പോയി ആശ്വസിപ്പിക്കാം, താഴ്സിയത്ത് നടത്താം. 3 ദിവസം വരെ. 3 ദിവസം കഴിഞ്ഞാൽ താഴ്സിയത്ത് ചെയ്യൽ കറാഹത്താണ്. ഓക്കെ. അപ്പം ചോദ്യം വരാം, 3 ദിവസങ്ങൾക്ക് ശേഷം താഴ്സിയത്ത് ചെയ്യുന്നതിൻ്റെ വിധി എന്താണ്? കറാഹത്താണ്. അതിന് കാരണമുണ്ട്. അന്നഹ തുജദ്ദിദുൽ ഹുസ്ന, അത് മറന്നുപോയ ആ സങ്കടത്തെ വീണ്ടും പുതുക്കും. അവർ 3 ദിവസമായപ്പോഴേക്കും ഒരു പക്ഷേ മറന്നു തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ വീണ്ടും ചെന്ന് അവരോട് ആ വിഷയം പറയുമ്പോൾ, ആശ്വസിപ്പിക്കുമ്പോൾ അത് അവർക്ക് പോയ സങ്കടം വീണ്ടും പുനർജനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അത് കറാഹത്താണെന്ന് പറയുന്നത്. അന്നഹ, അവർ ഇവിടെ കാരണം പറയുന്നുണ്ട്. 3 ദിവസത്തിന് ശേഷം ആശ്വസിപ്പിക്കൽ കറാഹത്താണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അന്നഹ തുജദ്ദിദുൽ ഹുസ്ന, അത് ആ വിഷമത്തെ കൊണ്ടും പുതുക്കിക്കൊണ്ടുവരും. ഓക്കെ. പിന്നെ ഒരു മുസ്ലിമിനെ ആശ്വസിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. കൈ കൊടുത്താണ് ആശ്വസിപ്പിക്കേണ്ടത്. അങ്ങനെ പറയും പ്രത്യേകം സുന്നത്തുണ്ട്. എന്നിട്ട് ആശ്വസിപ്പിക്കുമ്പോൾ എന്താണ് പറയേണ്ടത് എന്നതാണ് അടുത്തത്. ഇത് നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം. എന്താണ് പറയേണ്ടത്? അഅ്ലമ അല്ലാഹു അജ്റക വ അഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക. ആ ദുആ ആണ് ഒരു മുസ്ലിമിനെ ആശ്വസിപ്പിക്കുമ്പോൾ പറയേണ്ടത്. അത് തന്നെ കൈ കൊടുത്ത് പറയൽ പ്രത്യേകം സുന്നത്താണ്. അഅ്ലമ അല്ലാഹു അജ്റക വ അഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക എന്നാണ് പറയേണ്ടത്. ഇങ്ങനെ ഒരു വ്യക്തി പറഞ്ഞാൽ ആ വ്യക്തിയോട് നമ്മൾ തിരിച്ചു പറയൽ സുന്നത്തുണ്ട്. ജസാക്കല്ലാഹു ഖൈറാ എന്ന് തിരിച്ചു പറയൽ സുന്നത്താണ്. അതുപോലെ വതഖബ്ബലല്ലാഹു മിൻക എന്ന് പറയൽ സുന്നത്താണ്. ജസാക്കല്ലാഹു ഖൈറാ വതഖബ്ബലല്ലാഹു മിൻക എന്ന് തിരിച്ചു പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. പിന്നെ ഫാസിക്കിനോടും മുബ്തദിഇനോടും തഅസിയത്ത് ചെയ്യൽ കറാഹത്താണ്. ഫാസിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കപട വിശ്വാസി, മുബ്തദി പറഞ്ഞു കഴിഞ്ഞാൽ ദീനിൽ പുതുതായിട്ട് ദീനിലില്ലാത്ത കാര്യങ്ങളെ ഉണ്ടാക്കുന്ന വ്യക്തി. അങ്ങനത്തെ ആളുകളോട് തഅസിയത്ത് ചെയ്യൽ കറാഹത്താണ്. അത് ഹുക്മ് ചോദിക്കാം. ഓക്കെ. ഇനി മറ്റൊരു കാര്യം, മയ്യത്തിൻ്റെ വീട്ടുകാർക്ക് അന്നത്തെ ദിവസം ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൽ പ്രത്യേകം സുന്നത്താണ്. കാരണം അവർ വിഷമിച്ചിരിക്കായിരിക്കും, സ്വാഭാവികമായിട്ട് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ ആരാണ് അത് പാകം ചെയ്ത് കൊടുക്കേണ്ടത്? അയൽവാസികളായിട്ടുള്ള ആളുകളാണ് പാകം ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മയ്യത്തിൻ്റെ അകന്ന ബന്ധുക്കൾ ആ ദിവസം അവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കൽ സുന്നത്താണ്. അതുപോലെ തന്നെ അവരെ തിന്നാൻ വേണ്ടി നിർബന്ധിക്കുകയും വേണം, അതും സുന്നത്താണ്. ഇത്രയും കാര്യങ്ങളാണ് തഅസിയത്തുമായി ബന്ധപ്പെട്ട ഈ പാഠത്തിൽ വരുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 1 ഡെഫിനിഷനാണ്. തഅസിയത്ത് എന്താണെന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. 2 ഇതിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് മൻ അസ്സ മുസാബിൻ ഫലഹു മിസ്ലു അജ്രിഹി എന്നുള്ളതാണ്. പിന്നെ ഇവിടെ തഅസിയത്തിൻ്റെ ഹുക്ം എന്താണ് എന്നുള്ളതാണ്. സുന്നത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എത്ര ദിവസം അത് നീണ്ടു നിൽക്കുക? 3 ദിവസമാണ് തഅസിയത്ത് ചെയ്യാൻ പറ്റുക. അതിനുശേഷം ചെയ്യൽ കറാഹത്താണെന്ന് പറഞ്ഞു.
അതിനുള്ള കാരണവും പറഞ്ഞു. അന്നഹാത്തു തുജദ്ദിദുൽ ഹുസ്ന എന്നുള്ള കാരണം പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് താഴ്സിയത്ത് ചെയ്യുമ്പോൾ പറയേണ്ടത്, അഅലമല്ലാഹു അജ്റക വഅഹ്സന അസാഅക വഗഫറ ലിമയ്യിതിക എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അതിന് മറുപടിയായിട്ട് എന്താണ് പറയേണ്ടത്, ജസാക്കല്ലാഹു ഖൈറ വതഖബ്ബലല്ലാഹു മിൻക എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ ഫാസിക്കിനോടും മുബ്തദിഇനോടും താഴ്സിയത്ത് ചെയ്യൽ കറാഹത്താണ് എന്നത് പറഞ്ഞു. ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കൽ, അയൽവാസികൾ പാകം ചെയ്ത് കൊടുക്കുക എന്നത് സുന്നത്താണ് എന്നുള്ള വിധിയാണ് ഈ പാഠത്തിൽ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇത്രയാണ് ഈ പാഠവുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മറ്റൊരു വീഡിയോയിൽ പറയാം.